ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിലൊന്നും പോകാൻ പറ്റാത്ത ആൾക്കാർക്ക്, ചെറുപ്പക്കാർക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാലിസ്തനിക്സിൻ്റെ വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, ബോഡി വെയ്റ്റ് എക്സസൈസുകളാണ് നമ്മുടെ മസിൽ ബിൽഡിങ്ങിനും അതേ കണക്ക് തന്നെ നമ്മുടെ മസിൽ ടോണിങ്ങിനും നമ്മുടെ സ്റ്റാമിന, എൻഡോറൻസ്, ഫ്ലെക്സിബിലിറ്റിയൊക്കെ കൂട്ടാനും സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. നിങ്ങൾക്ക് എക്യുപ്മെൻറ്റ്സിൻ്റെ യാതൊരു ആവശ്യവുമില്ല. അപ്പം മിക്കവാറും ഒരുവിധപ്പെട്ട ചെറുപ്പക്കാരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേട്ടാ ജിമ്മിൽ പോകാനുള്ള സൗകര്യമില്ല, കണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു പൈസയില്ല, മറ്റുള്ള സൗകര്യങ്ങളില്ല, അടുത്തങ്ങ് ജിംനേഷ്യങ്ങളില്ല, എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്തൊരു നല്ല മസ്കുലറായിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഒരു അല്പം ഫിറ്റായിട്ടുള്ള ഒരു ശരീരം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് പല കുട്ടികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പലരും ആലോചിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. ഓക്കെ, നമുക്ക് വീട്ടിൽ തന്നെ യാതൊരു എക്യുപ്മെൻറ്റ്സിൻ്റെ സഹായമില്ലാതെ നമുക്ക് നല്ല ഒരു ഫിറ്റ്നസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ ഈ വർക്കൗട്ടുകൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇതല്പം ടഫായിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വർക്കൗട്ടുകൾ ഫോളോ ചെയ്യാതിരിക്കുക. അതല്ല, നിങ്ങൾ അല്പം ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. പരിചയമില്ലാത്ത ആൾക്കാർ പതിയെ പതിയെ അതിൻ്റെ ചെറിയ ചെറിയ വേരിയേഷൻസ് ചെയ്തിട്ട് പരിശീലിച്ച് ഇമ്പ്രൂവ് ആയതിന് ശേഷം മാത്രം വലിയ വലിയ വർക്കൗട്ടുകളിലോട്ട് പോവുക. ഓക്കെ, വെറുതെ അനാവശ്യമായിട്ട് നമ്മൾ ഓരോ വീഡിയോകൾ കണ്ടിട്ട് ചാടി കയറി അത് അനുകരിക്കാനായിട്ട് ശ്രമിക്കരുത്. അത് നിങ്ങൾക്ക് ഇഞ്ചുറീസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഭാവിയിൽ ചിലപ്പോൾ നമുക്ക് ഒരുവിധപ്പെട്ട ഒരു പരിപാടിയും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ കിടത്തിക്കളയാൻ പോലും ചില കാര്യങ്ങൾ ചെയ്താൽ സാധ്യമാകും. ഓക്കെ, അത് അങ്ങനെയാണ് ചില വർക്കൗട്ടുകൾ. വെറുതെ അനാവശ്യമായിട്ടുള്ള ഇഞ്ചുറീസ് ഒന്നും ഉണ്ടാക്കാതിരിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി മാത്രം പരിശീലിക്കേണ്ട വർക്കൗട്ടുകളാണ് മിക്കവാറും എല്ലാം തന്നെ. അതിപ്പോൾ നിങ്ങൾ വെയ്റ്റ് ട്രെയിനിങ് ആണെങ്കിലും ശരി തന്നെ, മസിൽ ബിൽഡിങ്ങിൻ്റെ വർക്കൗട്ടുകളാണ് ശരി തന്നെ. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഏതൊക്കെയാണ് വർക്കൗട്ടുകളെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാവും. നിങ്ങളുടെ ഫുൾ ബോഡിയെയും നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാൻ പറ്റിയ വർക്കൗട്ടുകളാണ്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബോഡി വെയ്റ്റ് എക്സസൈസുകളിലൊന്നാണ് പുഷപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഏത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവരുടെ വർക്കൗട്ടിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു വർക്കൗട്ടാണ് നമ്മുടെ ഈ പുഷപ്സ് എന്ന് പറയുന്നത്. അപ്പം പുഷപ്സ് നിങ്ങൾ എന്തായാലും ചെയ്യുക. ഓക്കെ, പുഷപ്സ് നിങ്ങൾക്ക് ഒരു 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് നിങ്ങൾക്ക് ചെയ്യാം. 1 2 3 4 5 6. ഓക്കെ, പുഷപ്സ് അടിപൊളി വർക്കൗട്ടാണ്. അപ്പം പുഷപ്സിൻ്റെ ഏത് വേരിയേഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് പതുക്കെ പതുക്കെ പഠിച്ചെടുക്കാവുന്നതാണ്. വൈഡർ പുഷപ്സ്, ഇൻക്ലൈൻ പുഷപ്സ്, ഡിക്ലൈൻ പുഷപ്സ്, ആർച്ചർ പുഷപ്സ്, ഹിന്ദു പുഷപ്സ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് പുഷപ്സുകളുണ്ട്. ആദ്യം നമ്മൾ നോർമൽ പുഷപ്സ് കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാം. 1 2 3 4 5. ഓക്കെ, ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ പുഷപ്സ് ആദ്യം തുടക്കം ഇടുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു 15 റെപ്സ് 12 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് ചെയ്യാം. നിങ്ങളുടെ ചെസ്റ്റ് മസിൽ, നിങ്ങളുടെ ട്രൈസെപ്സ്, അങ്ങനെയൊക്കെ നല്ല വർക്കൗട്ടാണ് പുഷപ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്ട്രെങ്ത് ഒക്കെ, കോർ സ്ട്രെങ്തും ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ട് കൂടിയാണ്. ഓക്കെ, അപ്പം നമുക്കടുത്ത രണ്ടാമത്തെ വർക്കൗട്ടായി നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഡിപ്സ് ആണ്. ഓക്കെ, വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. അപ്പം ഇത് നമ്മുടെ ഈ ചെസ്റ്റ് മസിലിനൊക്കെ ആക്ടിവേഷൻ ചെയ്യിപ്പിക്കുന്ന ഒരു വർക്കൗട്ടാണ്. അപ്പോൾ ഇത് ഇച്ചിരി ഉയരം കുറഞ്ഞ ഒരു കസേരയാണ്. നിങ്ങൾക്ക് ഒരു അല്പം കൂടെ ഉയരം കൂടിയ കസേര ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. കസേരയ്ക്ക് നല്ല ബലം ഉണ്ടായിരിക്കണം. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ കസേര ഒടിഞ്ഞ് ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈ ഇതേ കണക്ക് കുത്താം. ഓക്കെ, ഇതേപോലെ. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ചെസ്റ്റൊക്കെ അപ്പ് ചെയ്യുക, സ്ട്രൈറ്റ് ചെയ്യുക. ഓക്കെ, 1 2 3 4 5 6 7. നിങ്ങളുടെ ചെസ്റ്റ് മസിൽ ആക്ടിവേഷൻ ആക്കാനും ട്രൈസെപ്സിന്, ഷോൾഡറിനൊക്കെ നല്ല വർക്കൗട്ടാണ്. അപ്പം നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. 1 2 3 4 5. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട്. നിങ്ങൾക്ക് 12 റെപ്സിൻ്റെ 3 സെറ്റ് ചെയ്യാം. അപ്പം ഓർക്കുക, വളരെ സൂക്ഷിച്ചേണ്ട വർക്കൗട്ടാണ്. നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കൈകളിലാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. കസേര സ്ട്രോങ് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട്. അപ്പോൾ മൂന്നാമതായിട്ട് നമ്മുടെ ലോവർ ബോഡിക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്ക്വാട്ട് ചെയ്യാം. ഓക്കെ, സ്ക്വാട്ട് അടിപൊളി വ്യായാമമാണ്. സ്ക്വാട്ട് എന്ന് പറയുന്നത് നമ്മുടെ കാലുകളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല വർക്കൗട്ടാണ് സ്ക്വാട്ട്. One, 2, 3, 4, 5, 6, 7. ഓക്കെ, ഇതാണ് നമ്മുടെ നോർമൽ സ്ക്വാട്ട്. അപ്പം നിങ്ങൾക്ക് തുടക്ക സമയത്തിൽ ഈ ഒരു സ്ക്വാട്ട് നിങ്ങൾ പരിശീലിക്കുക. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയതിനു ശേഷം പല ടൈപ്പിൽ നമുക്ക് സ്ക്വാട്ട് ചെയ്യാം. നമുക്ക് സുമോ സ്ക്വാട്ട് ചെയ്യാം. 1 2, ഇതേപോലെ സൈഡ് സ്ക്വാട്ട് ചെയ്യാം. 1 2 1. അതുപോലെ ജമ്പി സ്ക്വാട്ട് ചെയ്യാം. സ്ക്വാട്ട് തന്നെ പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഒരുപാട് രീതിയിൽ നമുക്ക് സ്ക്വാട്ട് ചെയ്ത് നമ്മുടെ കാലുകളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ട്. സ്ക്വാട്ട് നിങ്ങൾ 20 റെപ്സ് അല്ലെങ്കിൽ 15 റെപ്സിൻ്റെ 3 സെറ്റ് ചെയ്യുക. അപ്പം നാലാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് പീക്ക് വാക്ക് എന്ന് പറഞ്ഞൊരു വർക്കൗട്ടാണ്. അത് നിങ്ങളുടെ കാല് നിങ്ങൾക്ക് ഉയരത്തിൽ വെക്കാം. ഇതേപോലെ പുഷപ്പിൻ്റെ പൊസിഷനിൽ വന്നതിന് ശേഷം നല്ല പനിയാണ്. ഓക്കെ, കുറേ ദിവസം കൊണ്ട് ഞാൻ ഹാർഡായിട്ടുള്ള വർക്കൗട്ടൊന്നും ചെയ്യാറില്ലായിരുന്നു. അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങളെ ഷോൾഡറിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനും അതൊക്കെ തന്നെ കൈകളുടെയൊക്കെ മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ സൂപ്പർ വർക്കൗട്ടാണ്. ചെസ്റ്റ് മസിലിനെ ആക്ടിവേഷൻ ആക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ചെയ്താൽ മതിയോ? ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് 3 സെറ്റ് ചെയ്യാം. ഒരു ഫെയിലിയർ സെറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട്. ഇനി നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം. അടുത്ത വർക്കൗട്ട് ഇതാണൊക്കെ നിങ്ങൾക്ക് നിൽക്കാം. അതിനുശേഷം നിങ്ങൾ നമ്മൾ ഡിക്ലൈൻ പുഷപ്സ് ചെയ്യുന്ന അതേ ഒരു പൊസിഷനിൽ വരിക. അതിനുശേഷം നിങ്ങൾ പതുക്കെ മൂവ് ചെയ്യുക. ഇതേപോലെ അടിപൊളി വർക്കൗട്ടാണ്. ഇതും നിങ്ങളുടെ ഫുൾ ബോഡിയുടെ സ്ട്രെങ്തിന് നല്ലൊരു വർക്കൗട്ടാണ്. നിങ്ങൾക്ക് ഫെയിലിയർ ആവുന്നവരെ നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തുടക്ക സമയത്ത് ഇത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ നമ്മൾ ഡിക്ലൈൻ പുഷപ്സ് ചെയ്യുക. ഓക്കെ, ഡിക്ലൈൻ പുഷപ്സ് ചെയ്തതിന് ശേഷം പതുക്കെ നിങ്ങൾ കൈ സ്ലോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ വർക്കൗട്ട് പരിശീലിക്കാം. സൂപ്പർ വർക്കൗട്ടാണ്. ചെസ്റ്റിന് അടിപൊളിയാണ്. അതൊക്കെ തന്നെ കൈകളെ സ്ട്രോങ് ആക്കാൻ പറ്റിയ വർക്കൗട്ടാണ്. നല്ല എൻഡുറൻസും നല്ല സ്റ്റാമിനയും നല്ല പവറും തരുന്ന വർക്കൗട്ടാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട്. അടുത്തായിട്ട് നമ്മുടെ ബാക്ക് മസിലിനും അതൊക്കെ തന്നെ ബൈസെപ്സ് മസിലിനും വേണ്ടി ചെയ്യുന്ന വർക്കൗട്ടാണ്. അടിപൊളി വർക്കൗട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യാനായിട്ട്
നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞ തന്നെ കസേരയൊന്നും സ്ലിപ്പായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനൊക്കെ നിങ്ങൾക്ക് ഗ്രിപ്പ് നോക്കാം. One, 2, 3, 4, 5, 6. ഇത് സൂപ്പർ വർക്കൗട്ടാണ്. അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ നല്ല ബലമുള്ള കസേര, നിങ്ങൾക്ക് പ്രത്യേകിച്ച് തടി കസേര വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ, സോഫയുടെയൊക്കെ കസേര വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ആ ഒരു കസേരയ്ക്കകത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കിടിലം ഒരു വർക്കൗട്ടാണ്. നിങ്ങളെ ബൈസെപ്സിനെ അടിപൊളിയായിട്ട് ആക്ടിവേഷൻ ആക്കാൻ പറ്റും. അതിനൊക്കെ നിങ്ങളുടെ ബാക്ക് മസിലിനും ചെസ്റ്റ് മസിലിനും സൂപ്പർ വർക്കൗട്ടാണ്. ഓക്കെ, അതിനൊക്കെ ഒരിക്കലും കസേര നിങ്ങൾ ഇങ്ങനെയാണെങ്കിലിട്ട് തിരിച്ചിട്ടിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. കസേര മറിയും. ഓക്കെ, അപ്പം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട്. അടിപൊളി കാലിസ്റ്റനിക്സിൻ്റെ വർക്കൗട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു 10 റെപ്സ് 12 റെപ്സിൻ്റെ 3 സെറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ലോവർ ബോഡിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, കാലുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ലഞ്ചസ് എന്ന് പറയുന്ന വർക്കൗട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം. ബോഡി വെയിറ്റ് വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ല വർക്കൗട്ടാണ്. അപ്പം ലഞ്ചസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 1, 2, 3, 4 ഇതാണെങ്കിൽ ലഞ്ചസ് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങളുടെ തൈസിനെയും ഹാംസ്ട്രിങ്ങിനെയൊക്കെ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ്. 1, 2, 3, 4. അപ്പോൾ ഈ വർക്കൗട്ട് നമുക്ക് പല വെറൈറ്റി രീതിയിൽ ചെയ്യാം. ബാക്ക് ലഞ്ചസ് ചെയ്യാം, ഫ്രണ്ട് ലഞ്ചസ് ചെയ്യാം, അതൊക്കെ തന്നെ വാക്കിംഗ് ലഞ്ചസ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് വാക്കിംഗ് ലഞ്ചസ് ചെയ്യാം, അതുപോലെ തന്നെ ജമ്പിങ് ലഞ്ചസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ലഞ്ചസ് ഓണിൽ നിങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ്. അപ്പം ഒരു 15 റെപ്സിൻ്റെ 3 സെറ്റ് ചെയ്യും. അപ്പം ഫ്രണ്ട്സ്, ഇനിയും ഏറെ വർക്കൗട്ടുകളുണ്ട് കാലിസ്റ്റനിക്സ് രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ബോഡി വെയിറ്റ് വർക്കൗട്ടുകൾ ഒരുപാടുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം ഇത്രയും വർക്കൗട്ടുകൾ തന്നെ നമ്മുടെ ഫുൾ ബോഡിയെ കിടിലാക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. നമുക്ക് നമ്മുടെ ബോഡി, ഞാൻ ആദ്യം പറഞ്ഞതിനൊക്കെ തന്നെ നല്ല ഷേപ്പ് ആക്കാനും നല്ല മസ്കുലർ ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ടാക്കി തരാനും നല്ല ഫിറ്റാക്കി വെക്കാനും ഒക്കെ സഹായിക്കുന്ന, അതിലുപരിയായിട്ട് നിങ്ങളിപ്പം ജിമ്മിൽ പോകുന്നവരെക്കാട്ടി കൂടുതലായിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റാമിനയും എൻഡറൻസും ഒക്കെ കൂട്ടാൻ സഹായിക്കുന്ന വ്യായാമങ്ങൾ കൂടിയാണ്. നല്ല അടിപൊളി വർക്കൗട്ടുകളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും കാലിസ്റ്റനിക്സിൻ്റെ ഒരുപാട് വർക്കൗട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പം വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. തുടക്കക്കാരൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്ത് പരിശീലിക്കുക. ഒരു കാരണവശാലും ഇഞ്ചറീസ് ഉണ്ടാക്കാതിരിക്കുക. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.